ഹായ് ഹലോ കൂട്ടുകാരെ, ജോസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ കൂട്ടുകാരെ, നമുക്കിന്ന് ബാംഗ്ലൂർ ബൺസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായി നല്ലവണ്ണം പഴുത്ത റോബസ്റ്റ പഴം എടുക്കുക. നല്ലവണ്ണം ഉടച്ചെടുക്കണം. അത് കുറച്ച് കറുത്തതായാലോ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ചെയ്യാത്ത പഴമായിരിക്കണം, അത്രയേ ഉള്ളൂ. നല്ലവണ്ണം ഉടയ്ക്കുക. മധുരം ആവശ്യമെങ്കിൽ കുറച്ച് മധുരം ചേർക്കുക. കാരണം ചില പഴത്തിന് മധുരം കുറവായിരിക്കും. ഇതിന് ലേശം മധുരം ഉള്ളതാണ് നല്ലത്. അതുകൊണ്ട് പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് കട്ടത്തൈര്, പുളിയുള്ളതോ പുളി ഇല്ലാത്തതോ ആയിക്കോട്ടെ, കുറച്ച് തൈര്, ഉപ്പ്, പിന്നെ കുറച്ച് ജീരകം, ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നമുക്ക് ചേർക്കാവുന്നതാണ്. മൈദപ്പൊടി നല്ലതല്ല, പക്ഷേ ഇതിനകത്ത് മംഗ്ലൂർ ബൺസിന് മൈദപ്പൊടിയാണ് നല്ലത്. ബൺസ് ഉണ്ടാക്കാൻ ചേർത്ത് മൈദയും കൂടി ചേർത്ത്, ഞാൻ മൈദയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. മൈദയും കൂടി ചേർത്ത് നല്ലവണ്ണം, നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിലുള്ള വെള്ളം തന്നെയാണ്. അന്നേരം നല്ലവണ്ണം കുഴച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 6-7 മണിക്കൂർ മാറ്റി വയ്ക്കണം. സോഡാപ്പൊടിയോ അതൊന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് 6-7 മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കണം. അന്നേരം ഞാനിത് നല്ലവണ്ണം കുഴച്ച് 6-7 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. 6-7 മണിക്കൂർ മാറ്റി വെച്ച ശേഷം മാവ് ഉരുള എടുത്തിട്ട് നമ്മൾ കുറച്ച്, ഒത്തിരി കനം കുറച്ചല്ല, ലേശം കട്ടിയിൽ തന്നെ പൂരിയുടെ വട്ടത്തിൽ നമ്മൾ പരത്തിയെടുത്ത് തിളച്ച എണ്ണയിൽ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. നല്ലവണ്ണം പൊങ്ങി വരും. ഉള്ളിലെല്ലാം നല്ല സ്പോഞ്ചായിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും, ഇടയ്ക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്സാണ്. എപ്പോഴും എണ്ണയ്ക്കകത്ത് വറുത്തൊന്നും കൊടുക്കുന്നത് നല്ലതല്ല. നല്ലവണ്ണം പൊങ്ങി വരും. തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഉണ്ടാക്കാൻ, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് മുറിക്കുമ്പോൾ എത്ര സ്പഞ്ചായിട്ടാണ് ഉള്ളത്. ഉള്ളിലെല്ലാം നല്ല സ്പോഞ്ചാണ്. അന്നേരം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബായ്.